തല അറുത്ത് മാറ്റണം. അതിനുള്ള ഒരു പ്ലാനിലാണ് ആള് വന്നത്. ആളതൊരു മലയാള ഫിലിം ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ആൾ ഈ കൊലയിലേക്ക് ശരിക്കും എത്തുന്നത്. പ്രചോദനമാണ്. ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാട് അവര് നല്ലൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാം, പിന്നെ അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. നല്ല നടപ്പിന്റെ പേരിൽ ഒരു ഇയർ കുറച്ചും കിട്ടും. അതെ. പിന്നെ എന്ത് വേണം? ഇവളെന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ കൊന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരാണും ചെയ്യില്ല എന്നൊക്കെ. കൊലപാതകം അവിടെ നോർമലൈസ് ചെയ്യാണ്. പ്രണയത്തിലാവുക എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് കൂടെ ഉണ്ടാന്നുള്ള എഗ്രിമെന്റ് അല്ല. നിങ്ങൾക്ക് ഓക്കെ ആയില്ലെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും നിർത്താം. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു ക്രൂരമായിട്ടൊരു കൊലപാതകങ്ങളിൽ ഒന്നാണ് കണ്ണൂരിലെ പാനൂരിൽ നടന്നൊരു വധക്കേസ്. അതായത് പ്രണയപ്പകയെ തുടർന്നിട്ടാണ് ഈ ഒരു കൊല നടക്കുന്നത്. വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടീനെ ശ്യാം എന്ന് പറഞ്ഞ് പേരുള്ള ഒരു പയ്യൻ കൊല്ലാണ് ഈ ഒരു പ്രണയത്തിന്റെ പേരിൽ. പ്രണയം നിരസിച്ചു എന്നുള്ള പേരില് പല കേസുകളും നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ട്. ശരിക്കും ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ എന്ന അല്ലൊക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് പോകണോ എന്നുള്ളത് അതിനകത്തുള്ള ആൾക്കാരുടെ ഒരു ഡിസിഷനാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പ്രണയത്തിലാവുക എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് കൂടെ ഉണ്ടാന്നുള്ള എഗ്രിമെന്റ് അല്ല. നിങ്ങൾക്ക് ഓക്കെ ആയില്ലെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും നിർത്താം, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അവിടെ ഈ പക വെച്ച് അതിപ്പോ സ്ത്രീയാണെങ്കിലും പുരുഷൻ, ഇപ്പൊ ഗ്രീഷ്മയുടെ കേസായാലും ഷാരോണിനെ കൊന്നത്, എന്തായാലും നമ്മൾ ഒരുപാട് ഇപ്പൊ കേൾക്കുന്നുണ്ട് അതുപോലത്തെ കേസുകള്. അതിലൊരു കേസാണ് ഇതും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കം എന്ന് പറയുന്നത് 2020 അതായത് കോവിഡ് കാലഘട്ടത്തില് ഇൻസിഡന്റ് നടക്കുന്നത് 2020. അതായത് ഈ കോവിഡിന്റെ കാലഘട്ടത്തിലാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് വല്ലാതെ സ്പ്രെഡ് ചെയ്തിരുന്ന ഒരു സമയമാണത്. ആ സമയത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഒരു സമയം. അന്ന് സ്കൂളില്ല, കോളേജസ് ഇല്ല, ഓഫീസസ് ഇല്ല, ഒന്നുമില്ല. ഓൺലൈൻ ക്ലാസ്സസും ആണ്. അന്നും കുറെ പ്രണയങ്ങൾ മുട്ടിട്ടുന്ന കാലഘട്ടമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ശ്യാം എന്ന് പറഞ്ഞ പയ്യൻ, ആ പയ്യന്റെ ഒരു കോള് അയാള് ഫ്രണ്ടിനെ വിളിച്ചതാണ്. ആ കോള് വിഷ്ണുപ്രിയയുടെ സിസ്റ്ററിന്റെ ഫോണിലോട്ടാണ് വരുന്നത്. പക്ഷെ അത് എടുക്കുന്നത് വിഷ്ണുപ്രിയാണ്. അതെ, വിഷ്ണുപ്രിയാണ്. തുടർന്ന് അവര് തമ്മില് പ്രണയത്തിലാവുകയാണ്. അവർ സുഹൃത്തുക്കളായി അതിനുശേഷം പ്രണയത്തിലാവുന്നു. എന്നാൽ തുടർന്ന് റിലേഷൻ പോകുമ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ കുട്ടിയെ. അപ്പൊ ഇവക്ക് അത് എന്താ സഫർ ചെയ്യുന്ന ആൾക്ക് ടോളറേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. അതിന്ന് പുറത്തു വരാൻ ആള് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാ പറ്റുന്നില്ല. കാരണം ഇയാള് പോകുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും ഇയാള് ഈ ഒരു റിലേഷനിൽ പിടിച്ചു നിൽക്കുവാണ്. എന്നാൽ ഭയങ്കര ടോക്സിക്കുമാണ്. ആ കുട്ടിയുടെ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അത് ആ കുട്ടിയുടെ റൈറ്റ് ആണ്, ആരുടെയും കയ്യിലുള്ള ഒരു കാര്യമല്ല. ഒരുപാട് കൺട്രോളിങ്ങിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ കുട്ടി ഒരു ദിവസം വയനാട് ട്രിപ്പ് പോവാണ്. അതും ഈ ഒരു ശ്യാമിന് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. ശ്യാം അതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തായിരുന്നു ആ ഒരു ട്രിപ്പ് പോകുന്നതിന്. അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു വിപിൻ രാജന് ഈ കുട്ടി വിഷ്ണുപ്രിയ പരിചയപ്പെടുന്നത്. ഫോട്ടോഗ്രാഫറാണ് ആള്. വിപിൻ രാജിനെ പരിചയപ്പെട്ടു. സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് വിഷ്ണുപ്രിയക്ക് ഈ ഒരു വിപിനോടൊരു അട്രാക്ഷൻ തോന്നുകയാണ്. അവർ തമ്മിൽ ലൈക്ക് ഇത്രയും പ്രശ്നത്തിനിടയിൽ പോകുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഈ പറയുന്ന ശ്യാമിനോട് നോ പറഞ്ഞു. വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. ഫാമിലി ഇൻവോൾവ് ചെയ്തു, താക്കീത് കൊടുത്തു. എന്നിട്ടും ഈ പയ്യൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ ഭാഗത്തല്ല തെറ്റ്. പിന്നെ ഇത്രയും പ്രശ്നമുള്ളപ്പോൾ നമ്മളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട് നമുക്ക് ആർക്കായാലും ഒരു അടുപ്പം തോന്നാം. അപ്പൊ അങ്ങനെ ഒരു അടുപ്പം ഈ വിപിനോട് ഈ കുട്ടിക്ക് തോന്നി. അങ്ങനെ അവർ പ്രണയത്തിലായി. അതെ, ഈ ഒരു ശ്യാമിന്റെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ശ്യാം ഭയങ്കരമായിട്ട് ഈ കുട്ടീനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഭയങ്കര സ്റ്റോക്കിങ്ങും കാര്യങ്ങളും തന്നെയാണ്. എപ്പോഴും ആ കുട്ടി എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരുടെ കൂടെ സംസാരിക്കുന്നു, ഇതെല്ലാം വളരെ നിരീക്ഷിച്ച് അവസാനം ഈ ഒരു വിപിനായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഇവർ ഒരുമിച്ച് ബസ് സ്റ്റോപ്പിൽ എന്തോ നിൽക്കുന്നത്, ബസ് സ്റ്റാൻഡിൽ എന്തോ നിൽക്കുന്നത് ശ്യാം ഇവരെ പിന്തുടർന്നു. ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ കയ്യേറ്റവും ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ ആയി. നാട്ടുകാർ ഇടപെട്ടു, അത് സോൾവ് ചെയ്തു വിട്ടു. പക്ഷെ ശ്യാമിന്റെ ഉള്ളിൽ ഈ ഒരു പക കിടക്കുകയാണ്, അത് മാറുന്നില്ല. അതുപോലെ തന്നെ ആ പക കിടക്കുകയാണ്, വൈരാഗ്യമാണ്. അതെ,
എല്ലാത്തിലും കൊണ്ട് എത്തിച്ചത്, വൈരാഗ്യവും വാശി എല്ലാമാണ് ആ ഒരു ഇതിനകത്തേക്ക് എത്തിച്ചത്. പിന്നെയാണ് ആ 2022 ഒക്ടോബർ 22-നായിരുന്നു ആ ഒരു ക്രൂരത നടന്നത്. ഈ കുട്ടി വിഷ്ണുപ്രിയയുടെ പിതാവിന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങായിരുന്നു. അതിന് വീട്ടുകാർ പോയിരുന്നു. അപ്പൊ വീട്ടിൽ വിഷ്ണുപ്രിയ മാത്രമേ ഉള്ളൂ ആ ഒരു ടൈമില്. വിഷ്ണുപ്രിയ ഈ വിപിനോട് വീഡിയോ കോൾ വഴി സംസാരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് ഈ ശ്യാം പിറകിലത്തെ ഗ്രില്ല് വഴി അകത്ത് കയറുന്നത്. അങ്ങനെ ഈ കയറിയ ടൈമിൽ ഈ വിഷ്ണുപ്രിയ പേടിച്ചു. എന്നിട്ട് ഫോണില് വിപിൻ ഉണ്ടല്ലോ, അപ്പൊ വിപിനോട് പറയാണ് ശ്യാമേട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ കുട്ടി രക്ഷപ്പെടാതിരിക്കാൻ ഇയാള് വന്ന് ചുറ്റികയറ്റി കുട്ടിയെ തലക്കടിച്ചു. അതുപോലെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കാലില് വെയിനും കട്ട് ചെയ്തു. അപ്പം ബ്ലഡ് ഒരുപാട് പോയി, മരിക്കും എന്തായാലും. അപ്പം അങ്ങനെ പക്ഷെ തല അറുത്ത് മാറ്റണം, അതിനുള്ള ഒരു പ്ലാനിലാണ് ആള് വന്നത്. ആളതൊരു മലയാള ഫിലിം ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ആള് ഈ കൊലയിലേക്ക് ശരിക്കും എത്തുന്നത്. അഞ്ചാം പാതിരയും അതുപോലെ തന്നെ കൊറിയൻ ത്രില്ലർ മൂവീസും ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ആള് ഈ ഒരു കൊല നടത്താൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് വിചാരിക്കുന്നത്. കാരണം ഒട്ടും ഇമ്മെച്യൂരിറ്റി, എന്താണ് ഇതിന് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു സിനിമ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ മാനസിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അങ്ങനെ ആ കുട്ടീനെ തല ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ ഒരു വയർ അവിടെ വരെ എത്തുന്നില്ല. പിന്നെ പുറത്ത് നാട്ടുകാരുടെ സൗണ്ടും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആള് രക്ഷപ്പെടാനുള്ള ഒരു തിടുക്കത്തില്. പണ്ട് നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്നൊരു മൂവിയുണ്ട്. അതിലൊരു ബുക്ക് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ കാവ്യ ചെയ്ത ക്യാരക്ടർ നാദിറനെ കൊല്ലുന്നത്. അതുപോലെ ഒരു സംഭവമാണിത്. സിനിമ ഇൻസ്പയർഡ് ആയിട്ട് വെൽ പ്ലാൻ ചെയ്തിട്ട് ഒരു കൊലപാതകം നടത്തുവാണ്. ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അത്രയും ക്രൂരമായിട്ടാണ്. 14 എത്രയോ കുറെ മുറിവുകളാണ് കുട്ടി അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട്. ആൾക്ക് അത്രയ്ക്ക് ദേഷ്യമാണ് ആ കുട്ടിയോട്. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ആ കുട്ടിയെ കിട്ടിയത്. തലയും കൂടെ കട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ വീട്ടുകാർക്ക് ആ ഒരു കാഴ്ച എങ്ങനെ അവർ കണ്ടിട്ടുണ്ടാവും. അതെ, തല കട്ട് ചെയ്ത് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് നേരെ വിപിന്റെ അടുത്ത് പോയി വിപിനെയും കൊലപ്പെടുത്തണം എന്നായിരുന്നു പ്ലാൻ. പക്ഷെ പിടിക്കപ്പെട്ടു. നാട്ടുകാര് ചോദിച്ചപ്പോ പറഞ്ഞു ഞാനിവിടെ സാധനങ്ങൾ വിൽക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആൾ അവിടുന്ന് മുങ്ങുന്നത്. പിന്നെ പോലീസ് ഈ ഒരു ശ്യാമിനെ പിടിക്കുകയായിരുന്നു. ശ്യാമിനെ പിടിച്ചപ്പോഴും ശ്യാമിന് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജീവപര്യന്തം എന്ന് പറയുന്നത് 14 വർഷം മാത്രമാണ്. അപ്പോ അയാളുടെ നല്ലൊരു പ്രായത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു 39 വയസ്സില് ആൾക്ക് പുറത്തിറങ്ങാം. 39 വയസ്സിൽ മറുപടി അയാളിൽ നിന്ന് പ്രതീക്ഷിക്കില്ലാരും. ഒരു കുറ്റവാളിയിൽ നിന്നും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു മറുപടിയാണത്. കാരണം അറിയാം ഇങ്ങനെയാണ്, ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ് എന്നൊക്കെ ഒരു ധാരണയിലാണ് ഇയാൾ ഈ ഒരു മറുപടി പറയുന്നത്. 14 കൊല്ലത്തെ ജീവപര്യന്തം കഴിയുമ്പോൾ 39 വയസ്സിൽ ഞാൻ ഇറങ്ങും, അത് കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം കിട്ടും. അതാണ് ആളുടെ പുള്ളി പറഞ്ഞത്. കാരണം 39 വയസ്സ് അത്ര വലിയ പ്രായമൊന്നും അല്ല, ഒരിക്കലും അല്ല. അപ്പോ ആ 39 വയസ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്ക് വേറൊരു ലൈഫ് കിട്ടും. ആൾ അതുപോലെ തന്നെ ജീവിക്കും. നല്ല നടപ്പെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നും ഒരു വർഷം പിന്നെയും കുറവ് കിട്ടും. ഇതുപോലെ തന്നെ വേറെ ഇൻസിഡന്റില് ഗ്രീഷ്മയും പറഞ്ഞിട്ടുണ്ട് സെയിം കാര്യം തന്നെ. അപ്പൊ എല്ലാവർക്കും പ്രചോദനമാണ്. ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാട് അവരുടെ നല്ലൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാം, പിന്നെ അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. നല്ല നടപ്പിന്റെ പേരിൽ ഒരു ഇയർ കുറച്ചും കിട്ടും. പിന്നെ എന്ത് വേണം? നടന്നത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഈ പുള്ളിക്കാരന്റെ ഈ ഒരു ധാരണ തിരുത്തി. ഈ പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുത്തു. അതായത് 10 വർഷത്തെ കഠിന തടവിന് ശേഷം മരണം വരെ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെ കിടക്കണം എന്നുള്ളൊരു രീതിക്കാണ് കോടതി സംസാരിച്ചത്. അത് മാത്രമല്ല 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കും എന്നുള്ള രീതിയിൽ. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വിധി തന്നെയായിരുന്നു. പക്ഷേ ഇയാളെ തൂക്കുകയർ കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം അതിനകത്ത് കിടന്നാൽ ഈ നമ്മുടെ പണ്ടത്തെ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമിയൊക്കെ ഇപ്പോഴും ഇരിക്കുന്ന കണ്ടില്ലേ, അതുപോലെ ഇയാളും സുഖിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറ്റം ചെയ്തവര് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കുറ്റം ചെയ്തവര് ജയിലിൽ പോയാൽ സുഖമായിട്ടും സന്തോഷത്തോടെ ഇരിക്കും. കുറ്റം ചെയ്യാത്തവർ പോകുമ്പോഴാണ് അവർ ഭയങ്കര വീക്കാവുന്നത്. അത് ഭയങ്കര ഒരു സത്യമുള്ളൊരു കാര്യമാണ്. എന്തായാലും
ഇത്രയും ഇതാണ് എന്താ വിഷ്ണുപ്രിയ വധക്കേസിലെ റിലേഷൻഷിപ്പിന്റെ ബേസിൽ ഇങ്ങനെ ഒരാള് അവർക്ക് താല്പര്യമില്ലെങ്കിൽ, നമുക്കൊരാളെ വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഒരാൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവർ പൊക്കോട്ടെ. let them leave. അതെ, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മളെ വേണമെന്ന് വെക്കാനും വേണ്ടാന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് ഉറപ്പായിട്ടുണ്ട്. അതെ, ഇപ്പോ നമ്മൾ അവരെ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവണമെന്നില്ല. ഒരിക്കലും നമ്മൾ അവരെ പിടിച്ചു നിർത്തി ബലമായിട്ട് ഫോഴ്സ് ചെയ്ത് പിടിച്ചു നിർത്തി അവര് നാളെ ദിവസം പോവാനുള്ളവരാണെങ്കിൽ ഓഫ് കോഴ്സ് പോയിരിക്കും. നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട. എന്തിനാ പ്രിറ്റൻഡ് ചെയ്യിപ്പിക്കും? ലൈക്ക് അവരെ ഇഷ്ടമുള്ളവർ പ്രിറ്റൻഡ് ചെയ്തിട്ട് ഇവർക്ക് എന്ത് സുഖം കിട്ടും? അതെ, ഇതൊന്നും പ്രണയമല്ല ഒരിക്കലും. ഇത് ഈ ഒരു കേസ് ഒരിക്കലും ഒരു പ്രണയമല്ല. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് കൊല ചെയ്യാൻ പറ്റില്ല. എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടരുത്, ആ ഒരു സെൽഫിഷ് മൈൻഡ് അങ്ങനെ വേണം തന്നെ പറയാനായിട്ട്. പക്ഷെ ഇതിനിടയിലും കുറെ കമന്റ്സ് വരുന്നുണ്ട്, ആ കുട്ടിയുടെ കുഴപ്പമാണ്. അതെ, അത് എങ്ങനെ ഇത്രയും ക്രൂറായിട്ടൊക്കെ കമന്റ് ഇടാൻ പറ്റുന്നത്? കുറേ പേര് കമന്റ്സ് കണ്ടതാണ്. ആ കുട്ടി എന്താ അവളെന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ കൊന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരാണും ചെയ്യില്ല എന്നൊക്കെ. അപ്പൊ കൊലപാതകം അവിടെ നോർമലൈസ് ചെയ്യാണ്. കൊലപാതകവും പീഡനവും വരെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ആണ് പുച്ഛം തോന്നുന്നത്, സത്യം പറഞ്ഞാൽ. മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം സഫർ ചെയ്ത് എന്നും കിടക്കേണ്ട കാര്യമല്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ പറ്റുന്നില്ല എന്ന് മുഖത്ത് നോക്കി പറയുക. അങ്ങനെയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് വേറെ പെണ്ണോ ആണോ കിട്ടാത്തോണ്ടല്ലോ, നമുക്ക് കണക്ട് ആവുന്ന നല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്ത്. നമ്മുടെ ടൈം ആവുമ്പോഴേക്കും നമുക്കുള്ളത് സോൾമേറ്റ് വരും. അതെ, ഉറപ്പായിട്ടും വരും. നമുക്കിപ്പൊ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നമ്മുടെ അല്ല, നമുക്കുള്ളതല്ല, അത് പോകും. തിരിച്ച് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നമുക്കത് കിട്ടും. അത് എവിടെ നിന്നാണെങ്കിലും അത് നമ്മുടെ തലയിൽ തന്നെ വരും. ഇനിയിപ്പോ അത് ചീറ്റിംഗ് ആണെങ്കിൽ തന്നെ നല്ലതിനായിരിക്കും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ നല്ലത് അവര് പോയത് അത്രേ ഉള്ളൂ. അത് നമ്മള് നേരത്തെ അറിഞ്ഞു, അവര് പോയി, അത് ഏറ്റവും നല്ല കാര്യം. അതെ, അതിന് കൊലപാതകമൊന്നും അല്ല ഒരു മാർഗം എന്ന് മനസ്സിലാക്കുക. അത് ഒരിക്കലും നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അവരുടെ ലൈഫും പോയി, നിങ്ങളുടെ ലൈഫ് പോയി, അതാണ് മെയിൻ കാര്യം. എന്തായാലും ദിസ് ഇസ് വിഷ്ണുപ്രിയ കേസ്, അത്രേ ഉള്ളൂ.